ഇവിടെ ഇനി എന്താ പറയേണ്ടത്? ഞാൻ വിപിനോട് പറയുകയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പേടിപ്പിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പോട് കൂടിയിട്ടൊന്നും അല്ല ഇവിടേക്ക് എത്തിയത്. സംഘടനാ ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞ 8-10 ദിവസം വടക്ക് കിഴക്കൻ ഭാരതത്തിലായിരുന്നു. ഗുവാഹട്ടിയിൽ നിന്ന് 200 കിലോമീറ്റർ ഉള്ളിൽ കൊജായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സംഘത്തിൻ്റെ ആ 7 സംസ്ഥാനങ്ങളിലെയും 7 സഹോദരിമാരുടെയും പ്രതിനിധികളുമായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അത് കഴിഞ്ഞ ഈ 200 കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ച് ഗുവാഹട്ടിയിലെത്തി ഒരുവിധം പ്ലെയിൻ പിടിച്ച് ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശയം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചതും പറഞ്ഞതും മനസ്സിലുണ്ടായിരുന്നതുമായ ചില കാര്യങ്ങളുടെ ചില ചിതറിയ ഓർമ്മകൾ അത് നിങ്ങളുമായി പങ്കിടാം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിനെ ഒരു കെട്ടും മട്ടും ചിട്ടയുമുള്ള ഒരു പ്രബന്ധമായൊന്നും ആരും കണക്കാക്കില്ല. നിളയെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണർത്തുന്നത് കുഞ്ഞിരാമൻ നായരുടെ കൃതികളാണ്. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ഭാഗം, ഒരു കാവ്യമെന്ന് പറയാവുന്ന ഗദ്യം. നിളയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ആരുടെ വത്സോംഗത്തിലാണോ എൻ്റെ ഭാവന കുട്ടിക്കരണം മറിഞ്ഞ് കളിക്കുന്നത്, ആരുടെ വത്സലോത്സംഗത്തിലാണോ എൻ്റെ കൊച്ചുഭാവന കുട്ടിക്കരണം മറിഞ്ഞ് കളിക്കുന്നത്, ഏതൊരു വെൺമണൽ തിട്ടിലാണോ എൻ്റെ സ്വപ്നങ്ങൾ പൂത്താങ്കോൽ കളിച്ച് രസിക്കുന്നത്, ഏതിൻ്റെ പഞ്ചാര ഭരണിക്ക് ചുറ്റുമാണോ എൻ്റെ കവിത അരിച്ചു പെറുക്കി നടക്കുന്നത്, ആരുടെ പതഞ്ഞൊഴുകുന്ന സൗന്ദര്യത്തിലാണോ ഒന്ന് മുങ്ങിക്കുളിച്ച് ഹൃദയതാപം മാറ്റാൻ ജീവിതം ആശിക്കുന്നത്, ആരുടെ പ്രേമാർദ്ര ഹൃദയത്തിൽ ആണോ എൻ്റെ ജീവിതം എന്നേക്കുമായി വീണുറങ്ങാൻ ഹൃദയം ആശിക്കുന്നത്, അവൾ ആ വത്സല ജനനി മടിയിലൊരു അദൃശ്യ വീണയുമായി, അവൾ ആ വത്സല ജനനി മടിയിലൊരു അദൃശ്യ വീണയുമായി ഏകാന്തതയിലിരുന്ന് പാടുകയാണ്. ഏകാന്തതയിലിരുന്ന് പാടുകയാണ് ഒരു അശ്രുകലുഷമായ പ്രേമഗാനം. അശ്രുകലുഷമായൊരു പ്രേമഗാനം നിള പാടുകയാണ്. അത് ഞാൻ ചെവി ഓർക്കുന്നു. നിളയെക്കുറിച്ച് ഒട്ടേറെ എഴുതിയിട്ടുള്ള കുഞ്ഞിരാമൻ നായർ എന്നും അറിയാൻ ആഗ്രഹിച്ചതും പറയാൻ ആഗ്രഹിച്ചതും ഞാൻ നിളയുടെ മകനാണ്, നിളയുടെ കവിയാണെന്നാണ്. കാഞ്ഞങ്ങാടാണ്, വടക്കൻ കേരളത്തിലെ കാഞ്ഞങ്ങാടാണ് ജനനമെങ്കിലും അവിടെ നിന്ന് നടന്നലഞ്ഞ ആ അവധൂത കവി, ആ മേഘസ്വരൂപൻ വന്നെത്തിയത് നിളയുടെ തീരത്താണ്. ആ നിളയുടെ തീരത്താണ് അദ്ദേഹം എല്ലാം എഴുതിയത്. നിളയുടെ വെൺമണൽ തിട്ടിൽ മലർന്നു കിടന്ന് ആകാശത്തെ അമ്പരപ്പിക്കുന്ന അമ്പരക്കുഞ്ഞുങ്ങളുമായി സംവദിച്ച് അവിടെ കൂടിയെത്തുന്ന കൂട്ടുകാർക്കൊക്കെയായി തൻ്റെ കോട്ടയായ കീശയിൽ നിന്ന് വാരിയെടുത്ത് കൽക്കണ്ടത്തുണ്ടുകൾ വാരി എറിഞ്ഞു കൊടുത്ത് ആ കൽക്കണ്ടത്തുണ്ടുകൾ പോലെ മധുരം കിനിയുന്ന കവിതകൾ കുറിച്ച് നടന്ന ആ കുഞ്ഞിരാമൻ നായർ കേരളത്തിനൊരു കവി ആധുനിക കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ കവിയെന്ന് മാത്രം പറഞ്ഞാൽ അറിയപ്പെടുന്ന ആ കവി. അദ്ദേഹം ഗംഗാനദിയെ ഉപമിച്ചത് ഇവിടെ പലരും ഉപമിച്ചിട്ടുള്ളതുപോലെ തന്നെ ഗംഗാനദിയും നിളാനദിയും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാണ്. നിള വേറൊന്നല്ല, നിള ഗംഗ തന്നെയാണ്. അവിടെ അദ്ദേഹം അതിമനോഹരമായി, അതിശക്തമായി, അതിസുന്ദരമായി ഭാരതീയ സംസ്കാരവും കേരളീയ സംസ്കാരവും രണ്ടല്ല ഒന്നാണ് എന്ന് പറയുകയും ഗംഗാനദിയും നിളാനദിയും രണ്ടല്ല. അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു ശ്രീകാശിയും ഗോകർണവും രണ്ടല്ല, ശ്രീകാശിയും ഗോകർണവും രണ്ടല്ല ഒന്നാണ്. കേരളീയ സംസ്കാരവും ഭാരതീയ സംസ്കാരവും രണ്ടല്ല ഒന്നാണ്. വീണ്ടും അത് ഉപമ തേടി പോകുന്ന ശ്രദ്ധിക്കൂ. ശിവാജിയും പഴശ്ശിത്തമ്പുരാനും രണ്ടല്ല. ഇതൊരു കവി പറയുകയാണ്. ഇന്നത്തെ കാലത്ത് വല്ല കവിയും പറയാൻ ധൈര്യപ്പെടുമോ ഇത് എന്നറിയില്ല. പറഞ്ഞാൽ അവൻ വർഗീയവാദി കവിയായി പോകും, അവൻ ഹിന്ദുത്വവാദി കവിയായി പോകും. കുഞ്ഞിരാമൻ നായർ സധൈര്യം എഴുതി ശിവാജിയും പഴശ്ശിത്തമ്പുരാനും രണ്ടല്ല, തുഞ്ചത്തെഴുത്തച്ഛനും തുളസീദാസനും രണ്ടല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങേണ്ടത്. ഇന്നത്തെ കാലത്തെ പഠനങ്ങൾ, സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം തുടങ്ങുന്നത് കേരളം ഏതോ വേറൊരു നാടാണെന്നാണ്. വെറി പിടിച്ച ചില
രാഷ്ട്രീയ മീമാംസകന്മാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന് പറയാൻ ശ്രമിച്ച ഒരു വലിയ രാഷ്ട്രീയ ചിന്തകൻ ജനിച്ച നാടുകൂടിയാണ് കേരളം. ദൗർഭാഗ്യം കൊണ്ടോ സൗഭാഗ്യം കൊണ്ടോ നിളയുടെ തീരത്ത് തന്നെയാണ് ആ മഹാനുഭാവന്റെയും ജനനം. ബുദ്ധിരാക്ഷസെന്നോ രാക്ഷസ ബുദ്ധിയെന്നോ ഒക്കെ പറയാവുന്ന അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു ശാസ്ത്രമാണ്. കേരളം വേറൊന്നാണ്, കേരളം വേറൊരു രാഷ്ട്രവുമാണ്. കേരളം ഭാരതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴേ കേരളത്തിൻ്റെതായ തനിമ വെളിപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പേരൊന്നും പറയുന്നില്ല, വിമർശനം അത്ര നന്നല്ലല്ലോ ഇത്തരമൊരു സഭയിൽ. അതുകൊണ്ട് അറിഞ്ഞിരിക്കാനാണെങ്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാ പറഞ്ഞു. EMS പുസ്തകം എഴുതിയിട്ടുണ്ട്, അത്ര നിർബന്ധമാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാലത്ത് ചിന്തിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഭാരതം 16 അതിലധികമോ രാഷ്ട്രങ്ങളുടെ സംസ്കാരങ്ങളുടെ രാഷ്ട്രങ്ങളുടെ സങ്കര സംയുക്തമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ആ തത്വശാസ്ത്രക്കാർ ശ്രമിച്ചിരുന്നു. അതുമാത്രമല്ല, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ 16 അതിലധികമോ വരുന്ന രാഷ്ട്രങ്ങളുടെ സ്വതന്ത്ര സ്വായത്ത ഭരണ നിർവഹണമാണ്, സ്ഥാപനമാണ് എന്നും പറഞ്ഞിരുന്നു. ഈ ഓരോ സംസ്ഥാനവും ഓരോ പ്രദേശവും സ്വതന്ത്ര രാഷ്ട്രമാകിയാൽ അവ ഓരോന്നും സ്വതന്ത്രമായി പോകണം. ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ ഈ ഭാരതത്തിന്റെ ഭരണം കിട്ടിയിരുന്നുണ്ടെങ്കിൽ പിന്നെ ഭരണം കിട്ടിയ കൂട്ടർ 2 ആക്കിയുള്ളൂ. അദ്ദേഹം 17 ആക്കി കൊടുത്തേ ഇരിക്കട്ടെ. അപ്പൊ ഈ ഭാരതീയ സംസ്കാരവും കേരളീയ സംസ്കാരവും രണ്ടും രണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്ന ഒരു സുന്ദരമായ പ്രതീകമാണ് ഭാരതപ്പുഴ എന്ന നിള. അതിന്റെ പേര് തന്നെ നോക്കൂ, എത്ര മനോഹരമായ പേരിട്ടിരിക്കുന്നു. ഇങ്ങ് തെക്കൻ ഭാരതത്തിന്റെ തെക്കേ മൂലയിൽ ഒരു നദിക്ക് 256 കിലോമീറ്റർ ദൂരമുള്ള തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്ന് തുടങ്ങി ഒഴുകി അങ്ങനെ കലയും സംസ്കാരവും സംഗീതവും നാടകവും ഭാഷയും വേദവും സംസ്കൃതവും എല്ലാം നമുക്ക് തന്ന് ഒഴുകി പൊന്നാനിയിൽ ചേർന്ന് ചേരുന്ന ആ നദിക്ക് പേര് ഭാരതപ്പുഴ. അതിന്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. ഐതിഹ്യമാണ്, ശരിയാവാം തെറ്റാവാം. പക്ഷേ ഒരു സത്യം അതാണ്, അവിടെ അയ്യർ മഠം എന്നൊരു മഠമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കേരളക്കാര് കേൾക്കാതിരിക്കാൻ ന്യായമില്ല അയ്യർ മഠത്തെക്കുറിച്ച്. അവിടെയാണ് പഞ്ചപാണ്ഡവർ പിതൃശ്രാദ്ധം മുട്ടിയത്. ഭാരതത്തിൽ എല്ലായിടത്തും മഹാപ്രസ്ഥാനത്തിന് മുമ്പ് പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് മുമ്പ് ഭാരതത്തിലെമ്പാടും നടന്ന് എവിടെയെല്ലാമാണോ ചാത്തമൂട്ടുന്നതിൽ പുണ്യം തികയുന്ന സ്ഥലങ്ങളായി എണ്ണപ്പെട്ടിരുന്ന അവിടെ എല്ലാം പോയി ചാത്തമുട്ടി നോക്കി. പക്ഷേ അതിനുശേഷം അവർക്ക് മനസ്സിലാവുന്നു പാണ്ഡവും കുന്തിയൊന്നും തൃപ്തരല്ല എന്ന്. അവർ തൃപ്തരല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ എവിടെ പോയി ഊട്ടിയാലാണ് ഈ ശ്വാസം ഊട്ടിയാലാണ് പിതൃക്കൾ തൃപ്തരാവുക എന്ന് നോക്കിയപ്പോൾ അത് ഇങ്ങ് തെക്കൻ ഭാഗത്ത് ഈ നിളയുടെ തീരത്ത്, നിള എന്ന പേര് മഹാഭാരത പ്രസിദ്ധമാണ്. നിള എന്ന പേര് അടുത്ത കാലത്തൊന്നും ഒന്നല്ല. നീള എന്ന പേരോടുകൂടി ഭാരതപ്പുഴയിൽ മഹാഭാരതത്തിൽ തന്നെ നിളയെക്കുറിച്ച് പരാമർശം. ആ നിളയുടെ തീരത്തുള്ള ഒരു പുണ്യസങ്കേതമുണ്ട്. ആ പുണ്യസങ്കേതത്തിൽ വെച്ച് ശ്രാദ്ധമുട്ടിയാൽ പിതൃക്കൾ തൃപ്തരാകും എന്ന് കണ്ടതിനാൽ 5 പേരും ചേർന്ന് അവിടെ വരികയും ശ്രാദ്ധമുട്ടുകയും ആ ശ്രാദ്ധമൂട്ടിയ സ്ഥലം അവിടെയുണ്ട്. ഇപ്പോൾ പിണ്ടം വെച്ച 5 പേരും പിണ്ടം വെച്ച സ്ഥലങ്ങളിപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ടാണ് അത് അയ്യർ മഠം എന്നറിയപ്പെടുന്നത്. അവിടെ 5 പേരും ചേർന്ന് ധർമ്മപുത്രരും ഭീമനും അർജുനും നകുലനും സഹദേവനും ചേർന്ന് ശ്രീകൃഷ്ണന്റെ സുന്ദരമായ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അത് നിളയുടെ ഇപ്പുറത്താണെങ്കിൽ അപ്പുറത്ത് കുറച്ച് മാറിയിട്ട് സോമേശ്വര ക്ഷേത്രമുണ്ട്. അതും ധർമ്മപുത്ര പ്രതിഷ്ഠിച്ചതാണ്. ഇതിനിടയിലുള്ള ഭൂഭാഗത്തെ പണ്ടുകാലം മുതലേ ആൾക്കാർ ഭാരതഖണ്ഡം എന്ന് വിളിക്കുന്നു. ഭാരതഖണ്ഡം. ആ ഭാരതഖണ്ഡത്തിലൂടെ ഒഴുകിപ്പോകുന്ന നദി എന്ന നിലയിൽ നിളയ്ക്ക് ഭാരതപ്പുഴ എന്ന പ്രസിദ്ധി. എത്ര സുന്ദരമാണെന്നോ. ഇവിടെ ആരെല്ലാം എങ്ങനെയെല്ലാം ശ്രമിച്ചാലും മലയാളിക്ക് ഭാരതം മാതൃഭൂമിയാണ്, മാതൃഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ കേരളീയർ എന്ന ഭാവനയല്ലാതെ സ്വതന്ത്രമാകേണ്ടുന്ന ഒരു രാഷ്ട്രമാണ് കേരളം എന്ന തോന്നൽ വരാതിരിക്കുന്നത് ഈ ചരിത്രത്തിന്റെയും പുരാണത്തിന്റെയും സംസ്കാരത്തിന്റെയും കരുത്താർന്ന പിൻബലമുള്ളതുകൊണ്ടാണ്. ഈ കരുത്താർന്ന പിൻബലം നിളയുടെ മഹത്വത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ പലതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറെ പറയേണ്ടതുണ്ടോ എന്ന് തോന്നുന്നില്ല. നിള നമുക്ക് അമ്മയാണ്, വളർത്തമ്മ എന്നാണ് ശ്രീദേവ് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും നിളയെക്കുറിച്ചുള്ള ചിന്തയിൽ എത്തിച്ചേരുന്നത് നിള നമുക്ക് അമ്മ തന്നെയാണ്. തുഞ്ചത്ത് എഴുത്ത അച്ഛനാണെങ്കിൽ നിള നമുക്ക് അമ്മയാണ്. ആ തുഞ്ചനിൽ നിന്നല്ല, അതിനു മുമ്പ് തന്നെ വേദകാലങ്ങളിലെ വേദപാഠശാലകൾ
ഒട്ടനവധി ശാലകൾ ആ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അവിടെ ഒട്ടനവധി ബ്രാഹ്മണ കുടുംബങ്ങൾ. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോഴും ചില ആൾക്കാർക്ക് അസ്യത വരും. ഇവിടെ ഇരിക്കുന്നവർക്കല്ല, പുറത്തുള്ള ചിലർക്ക്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. അത് സവർണ മേധാവിത്വത്തിൻ്റെതാണ്, ഹൈന്ദവ വൽക്കരണത്തിൻ്റെതാണ്, ആര്യവൽക്കരണത്തിൻ്റെതാണ്. എന്തൊന്നാ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മജ്ഞാനേരി ബ്രാഹ്മണ എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് പ്രമാണം. പൂണൂലിട്ടവൻ ബ്രാഹ്മണൻ എന്നൊരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളം വിട്ട പല സ്ഥലത്തും എല്ലാവരും പൂണൂലിടാറുണ്ട്. അപ്പോൾ പൂണൂലിട്ടേർക്കണം നമ്പൂരിമാരാണ്. അങ്ങനെയല്ല, ബ്രഹ്മജ്ഞാനേരി ബ്രാഹ്മണ എന്ന് മാത്രമേ പ്രമാണമുള്ളൂ. ശാസ്ത്രം ലോകർക്ക് പറഞ്ഞു കൊടുത്തിരുന്നവരെ വിളിച്ചിരുന്ന പേരാണ്. വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമേ അർത്ഥമുള്ളൂ, അത് മറ്റൊരു വസ്തുത. അറിവ്, ശാസ്ത്രം. ആ ശാസ്ത്രത്തിന്റെ പാഠശാലകൾ, വേദത്തിന്റെ പാഠശാലകൾ നിരവധി ഉണ്ടായിരുന്നു. ആ പഠനത്തിൻ്റെയും പാഠനത്തിൻ്റെയും അനന്തമായ പരമ്പര അത് പിന്നെയും തുടർന്നു. കൂടല്ലൂർ മന എന്ന സംസ്കൃത സർവകലാശാലയിലൂടെ മഹത്തായൊരു സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നു. ഒരുപക്ഷെ നമുക്ക് കേരളത്തിന് പുറത്തുള്ള നളന്ദയെ പോലെ, തക്ഷശിലയെ പോലെ, വിക്രമശിലയെ പോലെ ഒക്കെ പറയാവുന്ന തരത്തിലൊരു മഹാസർവകലാശാല, വിശേഷതയാർന്ന സർവകലാശാല. അവിടെ ഷഡ്ദർശനങ്ങളും അഭ്യസിച്ചിരുന്നു, ചാർവാക ദർശനവും അഭ്യസിപ്പിച്ചിരുന്നു. ആ സർവകലാശാലയും അതിന് ചുറ്റുവട്ടങ്ങളിലുള്ള കലാശാലകളിലും മീമാംസയെക്കുറിച്ച് വളരെയേറെ ഗവേഷണങ്ങളോ പഠനങ്ങളോ പുറത്തുള്ള പല വേദപാഠശാലകളിലും വേദ പഠന കേന്ദ്രങ്ങളിലും നടക്കാതിരുന്നപ്പോഴും കേരളത്തിൽ നിളയുടെ തീരത്ത്, നമ്മുടെ ആ പെറ്റമ്മയുടെ തീരത്തുള്ള സർവകലാശാലയിൽ മീമാംസയുടെ ഗവേഷണം അങ്ങേയറ്റം ആഴത്തിൽ നടന്നു. പ്രഭാകര ഗുരുക്കളുടെ പേര് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ വീടും ഈ കൂടല്ലൂരിന്റെ പരിസരത്താണ്. അവിടെ ഒരു സർവകലാശാല നിലനിന്നു. ഇത് മാത്രമല്ല, ഈ കൂടല്ലൂർ സർവകലാശാല പലരും ഏറെ പരാമർശിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിദ്യാപാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നത്. ഈ കൂടല്ലൂർ സർവകലാശാല അവിടെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്നത് പതഞ്ജലിയാണ്. വേറെ ദൈവത്തെ ആരാധിക്കില്ല എന്ന് പറഞ്ഞു. പ്രതീകാത്മകമായ ഒരർത്ഥത്തിൽ അവർ കലമ്പൽ കൂട്ടുകയായിരുന്നു, അവർ കലാപം നടത്തുകയായിരുന്നു ഈ പ്രഖ്യാപിത സ്ഥാപിത മത സമ്പ്രദായങ്ങൾക്കെതിരെ, യാഥാസ്ഥിതികൾക്കെതിരെ. ഒരു വലിയ കലാപം കൂടി നടന്ന പ്രദേശമാണ്. സൈദ്ധാന്തിക, വൈകാരിക, ദാർശനിക കലാപത്തിന്റെ ഭൂമി കൂടിയാണ്. അത് ബുദ്ധിയുടെ തലത്തിൽ നടന്ന ഭൂമിയാണെങ്കിൽ അതേപോലെ യുദ്ധക്കളം ശരിയായ അർത്ഥത്തിൽ ഭൗതികാർത്ഥത്തിലും അവിടെ യുദ്ധം നടന്നിരുന്നു. നമുക്കറിയാം, അവിടെ നിലപാട് നിന്നിരുന്ന കുന്നലക്കോനാതിരിക്കെതിരെ സാമൂതിരിക്കെതിരെ കുന്നലക്കോനാതിരിയുടെ ചാവേർപ്പട വന്നിരുന്ന സ്ഥലം. അങ്ങനെ നിലയായി സാമൂതിരി നിലകൊണ്ടിരുന്ന സ്ഥലമെന്ന നിലയ്ക്കാണ് ആ നദിക്ക് നിള എന്ന പേര് വന്നതെന്നൊരു പുതിയ വ്യാഖ്യാനമുണ്ട്. അത് മറ്റൊന്ന്. ഏതായാലും അതൊരു കലാപത്തിന്റെ, ശരിയായ അർത്ഥത്തിലുള്ള കലാപത്തിന്റെ, നന്മയിലേക്ക് സമൂഹത്തെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായ കലാപത്തിന്റെ ഭൂമിയും ആയിരുന്നു. ഭാഷ പിറന്നത് അവിടെയാണ്. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ, എന്ന് നമ്മൾ വിശേഷമായി പറയുമ്പോൾ, ശരിയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഭാരതീയ സംസ്കാരം പൂർണ്ണമാകുന്നത് കേരളീയ സംസ്കാരം കൂടി ചേരുമ്പോഴാണ്. ഭാരതീയ സംസ്കാരം ഇല്ലാത്ത കേരളീയ സംസ്കാരം അപകടകരമാണെന്നും പറഞ്ഞു. അത് ചിലപ്പോൾ കൂട്ടിച്ചേർത്ത് ചിന്തിക്കാൻ ഒരല്പം സമയമെടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. കേരളമില്ലാത്ത ഭാരതം അപൂർണമാണ്, ഭാരതമില്ലാത്ത കേരളം അപകടകരവുമാണ്. ഭാരതമില്ലാത്ത കേരളം, അങ്ങനെയുള്ള ആ കേരളത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ ഭാഷയെന്ന് നാം അവകാശപ്പെടുന്ന, അഭിമാനിക്കുന്നതായ മലയാളത്തിന്റെ പിറവി ആ വെൺമണത്തിലാണ്. ഏതൊരു ദേവിയാണോ ഏകാന്തതയിൽ ഇരുന്ന് ആ സാരസ്വത ആഖ്യാനം നടത്തിയത്, ആ ദേവിയുടെ വെൺമണൽ കെട്ടിലിരുന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന്റെ ആദ്യ അക്ഷരം കുറിച്ച് നമുക്ക് തന്നു. അപ്പൊ സംസ്കാരം അവിടുന്ന് തുടങ്ങി. തുഞ്ചത്തെഴുത്തച്ഛന്റെ പരിശ്രമങ്ങളെ കുറിച്ചും എല്ലാം നമുക്കറിയാം. ആ തുഞ്ചത്തെഴുത്തച്ഛനാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനോട് പോയി മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞത്. അതും ആ മേൽപ്പത്തൂരും നിളയുടെ പുത്രനാണ്. മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റാൻ വേണ്ടി വഴി എന്തെന്ന് അന്വേഷിച്ച് നടന്നതും, അദ്ദേഹത്തിന്റെ വിഭക്തിയേക്കാൾ പിന്നെ പൂന്താനത്തിന്റെ മീൻ തൊട്ട് കൂട്ടാൻ പൂന്താനം പറഞ്ഞു, ഏറ്റവും ഇഷ്ടം എന്ന് ശ്രീകൃഷ്ണൻ കൽപ്പിച്ചതും എല്ലാം ആ പ്രദേശത്താണ്. അങ്ങനെ പൂന്താനത്തിന്റെയും മേൽപ്പത്തൂരിന്റെയും പ്രദേശം. മലയാള ഭാഷയുടെ സാഹിത്യ ശാഖ വളർന്നു പരിലസിച്ചതുപോലെ തന്നെ അതേസമയത്ത് തന്നെ സംസ്കൃത ഭാഷയുടേതായ ഒരു സാഹിത്യ ശാഖയും സാഹിത്യ ഗവേഷണവും നിളയുടെ തീരത്ത് വളർന്ന് പടർന്ന് പന്തലിച്ചു. ഇതിനോടൊപ്പം തന്നെ കലയെക്കുറിച്ച് ഇവിടെ പരാമർശങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഏറെ ആ വഴിക്ക് പോകുന്നില്ല. ചാക്യാർകൂത്തിന്റെ
ചാക്യാർകൂത്തെന്ന കേരളത്തിന്റെ തനത് കല അത് വികസിച്ചു വളർന്നത് അവിടെയാണ് ചാക്യാർ പരമ്പരയിലെ വളരെ പൂർവികനായ ഒരു ചാക്യാര്. അദ്ദേഹം മഹാഭാരതോപാഖ്യാനം കൂത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അശ്വത്ഥാമാവിന്റെ വേദനാജനകമായ പരാജയം പിടികൂടി അശ്വത്ഥാമാവിന്റെ നെറുകയിലുള്ള ചൂടാരത്നം ഭീമൻ ചുഴന്നെടുത്തതിനെ കുറിച്ചുള്ള കഥ വർണ്ണിക്കുമ്പോൾ കൂത്ത് കേട്ടിരുന്ന ഒരു ബ്രാഹ്മണൻ മുൻപന്തിയിലിരുന്ന അയ്യോ എന്ന് പറഞ്ഞിട്ട് തലയിൽ ഇറുക്കി പിടിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് അങ്ങനെ തളർന്ന് എഴുന്നേറ്റ് പോയി. അപ്പൊ ഈ കൂത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ചാക്യാർക്ക് ബോധ്യപ്പെട്ട് എന്തോ സംഗതി ഉണ്ടല്ലോ എന്ന്. കഥ പെട്ടെന്ന് അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ പുറകെ പോയി ചെന്ന് നോക്കുമ്പോൾ തല പിടിച്ചിരിക്കുക. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് മഹാഭാരത പ്രസിദ്ധനായ അശ്വത്ഥാമാവ് തന്നെയാണ്. അശ്വത്ഥാമ ബലവുമില്ലാത്തോ, ചിരഞ്ജീവികളിൽപ്പെട്ടതാണല്ലോ, മരണമില്ലാത്തവരാണ്. സ്വയം അശ്വത്ഥാമാവ് അവിടെ കൂത്ത് കേൾക്കാൻ എത്തിയിരുന്നുവെന്നും ഈ കഥയുടെ വർണ്ണനയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം തന്റെ അന്നത്തെ വേദന പിടിച്ച് കെട്ടി തല ചുഴന്ന് ചുടാരത്നം എടുക്കുമ്പോഴത്തെ വേദന അദ്ദേഹം അനുഭവിച്ചു എന്നാണ് കഥ. ഐതിഹ്യമായത് എന്തായാലും അത്തരത്തിലുള്ള ചാക്യാന്മാരുടെ പരമ്പര. അവിടെ അത്തരം ഒരു ചാക്യാർക്ക് മിഴാവ് കെട്ടിയിരുന്ന ഒരു ബാലൻ, വളരെ പ്രതിഭാശാലിയായിരുന്ന ഒരു ബാലനാണ്. കലക്കത്ത് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ആ കലക്കത്ത് കുടുംബത്തിലെ ഒരു ബാലൻ, അതും നിളയുടെ തീരത്താണ്, മിഴാവ് കെട്ടിക്കൊണ്ടിരിക്കവേ ഈ കൂത്തിൽ മിഴാവിന് വലിയ അത്രയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും, എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഇടപെടവാ എന്ന് പറഞ്ഞ് 4 അടി അടിക്കണം, പിന്നെ വലിയ പണിയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം പ്രതിഭാശാലിയാണ്. പ്രത്യേകിച്ച് ഈ ഗരുഡനെ വർണ്ണിക്കുന്ന സമയത്ത് ചാക്യാരെ 1001 ചരടുകളിൽ കെട്ടി വലിച്ചുയർത്തി ഗരുഡൻ പറക്കുന്നതായി കാണിക്കാനുള്ള വിദ്യ വരെ കയ്യിലുണ്ടായിരുന്ന ബാലനാണ്. വേദിയുടെ പുറകിൽ നിന്ന് 1001 ചരടുകളുടെ ബലത്തോടുകൂടി ഗരുഡനെ പൊക്കുക. അത്രയ്ക്ക് പ്രതിഭാശാലിയായ ബാലനാണ്. പക്ഷെ പണിയില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ അപഹസിക്കപ്പെട്ടു. ആ ബാലനാണ് പുറത്തുപോയി തെരുവിൽ നിന്നൊരു ജനകീയ കലയ്ക്ക് രൂപം കൊടുത്തത്, തുള്ളൽ കഥയ്ക്ക് രൂപം കൊടുത്തത്. അവിടെയാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരി ജനിച്ചത്. ആ കുടുംബത്തിലെ മറ്റൊരു പ്രതിഭാശാലി. അതും കേരളത്തിൻ്റെതായ തനത് കലാരൂപം. നൃത്തകലയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ മോഹിനിയാട്ടത്തിന് ഒരു പുതുതായ സൗന്ദര്യവും താളവട്ടവും ചിട്ടയും സംഭാവന ചെയ്ത ചോമയിൽ മാധവിയമ്മ. ഒരു കാലത്ത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് അത്ര അന്തസ്സുള്ള കുടുംബത്തിലെ ആൾക്കാർക്ക് ആടാൻ പറ്റിയ കലയല്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഈ ധാരണയ്ക്കൊന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല. പൂർവ്വകാലത്ത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ, കേരളത്തിന്റെ സംസ്കാരത്തിൽ അത്തരം തൊട്ടുകൂടായ്മ ഒരു കലയോടും നമ്മൾ വെച്ചു പുലർത്തിയിരുന്നില്ല. കാരണം നമ്മൾ സെമിറ്റിക് മതമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കലയ്ക്കെതിരായിരുന്നില്ല. കല എന്ന് പറഞ്ഞാൽ സാ കല യാ വിമുക്തയെ, ഏതവളാണ് കല എന്ന് പൂർവികന്മാർ ചോദിച്ചപ്പോൾ ഏതവളാണ് കല എന്നാണ് ചോദ്യം. സാ കല എന്ന് പറഞ്ഞാൽ ഏതവളാണ്, എവളാണ് കല. യാ വിമുക്തയെ കല, ആരാണോ മുക്തിയിലേക്ക് കൊണ്ടുപോകുന്നത്, നമുക്ക് മുക്തി സമ്പാദിച്ചു തരുന്നത് ആരാണോ അവളാണ് കല. ഇത് തന്നെ വിദ്യയ്ക്കും പരിഭാഷ. സാ വിദ്യ യാ വിമുക്തയെ. വിദ്യ ആരെയാണ് വിദ്യ എന്ന് വിളിക്കുന്നത്? നമ്മൾ നല്ല കാര്യത്തിനെല്ലാം സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ, വിശദീകരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്മുടെ ഈ സംസ്കാരത്തിന്റെ മഹത്വം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യയ്ക്ക് നാം കൊടുത്ത ദേവത സ്ത്രീ രൂപത്തിലാണ്, ദേവതാരൂപത്തിലാണ്, സരസ്വതിയാണ്. സമ്പത്തിന് നാം കൽപ്പിക്കുന്ന ദേവത ലക്ഷ്മിയാണ്. കരുത്തിന് നാം സങ്കല്പിക്കുന്ന ദേവത വേറാരുമല്ല, ദുർഗയാണ്. ത്രിശക്തി രൂപിണി കരുത്തിന്റെയും വിദ്യയുടെയും സമ്പത്തിന്റെയും ദേവതകൾ അവർ തന്നെയാണ്. അതുകൊണ്ടാണ് സംസ്കൃത വൈയാകരണന്മാർ ചോദ്യം ചോദിച്ചതുപോലും സ്ത്രീലിംഗത്തിലാണ്. സാ വിദ്യ സാ കല, ആരാണ് എന്നുവെച്ചാൽ ഏതവളാണ് കല, സാ എന്നാണ് പറയുന്നത്. സംസ്കൃതം അറിയുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ്. അപ്പോ അങ്ങനെ മുക്തിക്ക് കാരണഭൂതയായവൾ കല എന്ന് സങ്കല്പിച്ചിരുന്ന നമ്മുടെ നാട്ടിലാണ് ചില ആൾക്കാർക്ക് ഇടയ്ക്ക് അസുഖം തോന്നിയത്. ഈ കലയൊക്കെ വലിയ കുഴപ്പമാണ്. അങ്ങനെ യാഥാസ്ഥിതന്മാരായ ചില ആൾക്കാർ മോഹിനിയാട്ടം പോലെയുള്ള കലയ്ക്കും ഭ്രഷ്ട് കൽപ്പിച്ചു. ആ ഭ്രഷ്ടിനെതിരെ ഞാൻ വീണ്ടും ഒരു കലാപത്തിലേക്ക് പോവുകയാണ്. ഭ്രഷ്ടിനെതിരെ ചോമായിൽ കുടുംബം എന്ന് പറയുന്ന വിഭിഞ്ചിക്കും അവർക്കൊക്കെ അറിയാം. ആ ജളാതീരത്തൂടി ഇങ്ങനെ അലഞ്ഞു തിരിയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അത്തരം തറവാടൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ആ ചോമയിൽ കുടുംബത്തിലെ ഒരു യുവതി, അതിസുന്ദരിയായ യുവതി മാധവിയമ്മ, അവര് കിളിവഴി കൃഷ്ണമേനോൻ എന്ന് പറയുന്ന മോഹിനിയാട്ട ആചാര്യനിൽ നിന്ന് മോഹിനിയാട്ടം അഭ്യസിച്ചു. നിലവിലുള്ള സംവിധാനങ്ങളെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അഭ്യസിച്ചു. ഒട്ടേറെ ആക്രമണങ്ങൾക്കും ഒട്ടേറെ അവഹേളനങ്ങൾക്കും പാത്രീഭൂതയായെങ്കിലും സധൈര്യം മുന്നോട്ട് പോവുകയും ആ മാധവിയമ്മയും
ഈ കിളിമൊഴി കൃഷ്ണനാശാൻ അല്ലെങ്കിൽ കൃഷ്ണമേനോൻ എന്ന് പറയുന്ന മോഹിനിയാട്ട ആചാര്യനുമൊക്കെ ചേർന്ന് ഇന്നത്തെ മോഹിനിയാട്ടത്തിന്റെ രൂപം പകർന്നത് അവരാണ്. അവരിൽ നിന്നാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലത്തിൽ എന്ന് അഭ്യസിച്ചതിന് ശേഷം മോഹിനിയാട്ടത്തിന് ഈ രൂപം കൊടുത്തു. അപ്പൊ കേരളത്തിന് മോഹിനിയാട്ടത്തെ സംഭാവന ചെയ്തതും ആ അമ്മയാണ് എന്നുള്ളതാണ്. ആ അമ്മയാണ് നേരത്തെ ശ്രീദേവിന്റെ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയിൽ നമ്മളോട് കരഞ്ഞ് സംസാരിച്ചത്. ആ അമ്മയാണ്. മോഹിനിയാട്ടം പോലെ തന്നെ കഥകളിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു വാഴയങ്കട കുഞ്ചുനായരുടെയും ചേമഞ്ചേരിയുടെയും അതേപോലെ നിരവധി ശങ്കരമേനോന്റെയും ഒക്കെ കഥകളൊക്കെ ആശാരി കോപ്പൻ നായരുടെയും കഥകളിയുടെ ചരിത്രം അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്നതല്ല ഈ നാമധേയങ്ങൾ. അവരുടെ എല്ലാവരുടെയും ക്രിയാഭൂമി, ഞാൻ ചിലരെ സംബന്ധിച്ചിടത്തോളം ക്രിയാഭൂമി എന്ന് മാത്രം പറയുന്നു, കർമ്മഭൂമി എന്ന് പറയുന്നു. എല്ലാവരും നിളയുടെ തീരത്തെ ഗ്രാമങ്ങളിലാണ് ജനിച്ചതെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവരൊക്കെയും അവിടെ എത്തി കലാകാരന്മാരായി മാറുകയും കലാദേവതയെ ഉപാസിക്കുകയും കഥകളിക്ക് ഇന്നത്തെ രൂപം പകരുകയും കേരളത്തിന്റെ അന്തസ്സ് ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും. പക്ഷേ ഈ കലാകാരന്മാർക്ക് അന്നത്തെ പോലെ, ഞാനിപ്പോൾ ചുമയിൽ മാധവിയമ്മയുടെ മോഹിനിയാട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, കലയെ അതിൻ്റെ കല പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ശരിയാണ്. കീചക വേഷം കെട്ടി കോപ്പൻ നായർ അലറുമ്പോൾ, ശങ്കരമേനോൻ അലറുമ്പോൾ ആസ്വദിക്കാൻ ഏമാന്മാർ വന്നിരിക്കും വലിയ സന്തോഷത്തോടെ. പക്ഷേ അത് കഴിയുമ്പോൾ ഇവരെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് പട്ടിക്ക് ചോറ് കൊടുത്തോ എന്നാണ്. അല്ലെ, ലോകം മുഴുവൻ അറിയുന്ന വാഴയങ്കടയും അതേപോലെ ഇത്തരം ശങ്കരമേനോനെ പോലൊക്കെയുള്ള കലാകാരന്മാരെ അന്ന് അഭിസംബോധന ചെയ്യുന്ന ആ രീതിയിലാണ്, ദരിദ്രനാരായണന്മാരാണ്. പക്ഷെ അവർക്കൊരു അന്തസ്സുണ്ടാക്കി കൊടുത്തതും കേരളത്തിൽ ആദ്യമായി നിളയുടെ തീരത്ത് ചെറുതുരുത്തിയിൽ വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചുകൊണ്ട് അതിനൊരു അന്തസ്സുണ്ടാക്കി കൊടുത്തു. അതും നിളയുടെ തീരത്ത് തന്നെ നടന്നു. കല ഉണർന്നതും അവിടെ, കല പുലർന്നതും അവിടെ, കല വളർന്നതും അവിടെ എന്നതാണ്. കവി മരിച്ചു, പക്ഷെ മരിക്കാത്ത കവിത പോലെ അവിടെ ഇന്നും ഭാരതപ്പുഴയുടെ തീരത്തൊരു പ്രണവദ്വീപം പോലെ പ്രണവനാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ മണിദ്വീപം പോലെ കലാമണ്ഡലം പ്രശോഭിക്കുക. രാഷ്ട്രീയമായ ഇടപെടലുകളും രാഷ്ട്രീയമായ ഭരണ സമ്പ്രദായങ്ങളുടെയും ഒക്കെ അസ്വാരസ്യങ്ങൾ ആവശ്യം പോലെ അവിടെ ഇപ്പോഴും ഉണ്ടെങ്കിലും ഇന്നും എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കേന്ദ്രമായി കലാമണ്ഡലം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിലകൊള്ളുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും നമ്മുടെ പഴയകാല ഭാഷയുടെ ചരിത്രമാണെങ്കിലും കലയുടെ ചരിത്രമാണെങ്കിലും നൃത്തത്തിൻ്റെതാണെങ്കിലും സംഗീതത്തിൻ്റെതാണെങ്കിലും വാദ്യത്തെക്കുറിച്ച് പറഞ്ഞു. മൃദംഗത്തിൻ്റെയും മദ്ദളത്തിൻ്റെയും ഒക്കെ മിഴാവിൻ്റെയും ഒക്കെ ആചാര്യന്മാർ അതിനെ ഈ രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയ ആൾക്കാരാണ് അവിടെയുള്ളത്, സാധാരണക്കാരല്ല. അപ്പോൾ വെങ്കിച്ചൻ സ്വാമിയെ കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. വെങ്കിച്ചൻ സ്വാമി ആണ് മദ്ദളത്തിന് ഇന്നത്തെ രൂപം നൽകിയത്. പണ്ട് ഒരർത്ഥത്തിൽ തൊപ്പി മദ്ദളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെ മിഴാവ് കൊട്ടുന്ന രൂപത്തിൽ തന്നെയാണ് മദ്ദളം കൊട്ടിയിരുന്നത്. പക്ഷേ ആ മദ്ദളം ഇരുതലയ്ക്കും കൊട്ടുന്ന വിധത്തിലേക്ക് രൂപാന്തരം നൽകി, അല്ലെ? മറ്റേത് വെങ്കിച്ചൻ സ്വാമി. പഞ്ചവാദ്യത്തിന് ഇന്നത്തെ രൂപം, പഞ്ചവാദ്യത്തിൽ സാധാരണഗതിയിൽ ഓരോന്നും അവരവരുടെ ഭാഗം കൊട്ടി അവസാനിപ്പിക്കായിരുന്നു പതിവ്. പക്ഷേ അങ്ങനെയല്ലാതെ ഈ വാദ്യത്തിന്റെ അതിമനോഹരമായൊരു സിംഫണി രൂപപ്പെടുത്തിയത് വെങ്കിച്ചൻ സ്വാമി. അതുകൊണ്ട് ഈ ശ്ലോകം തന്നെ പ്രസിദ്ധമാണ്. അക്ഷരശ്ലോക സദസ്സുകളിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. തിങ്കൾക്കലാധിപൻ ഉമാപതി സൗമ്യപൂർവം ശങ്കയില്ലാതെ അനുഗ്രഹിക്കുക മൂലം ഈ വെങ്കിച്ചൻ സ്വാമിയെ എതിർക്കാൻ ഈ ലോകം, മദ്ദളത്തിൽ വെങ്കിച്ചൻ സ്വാമി എതിർക്കാൻ ഈ ഭൂലോകത്തിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞൊരു ശ്ലോകം തന്നെ മദ്ദളത്തിന് ഈ രൂപം നൽകിയ. ചെണ്ടയ്ക്ക്, വാദ്യങ്ങൾക്ക് മുഴുവൻ തന്നെ ഈ തരത്തിലുള്ള രൂപപരിണാമം നൽകി നമ്മുടെ സംസ്കാരത്തെ, കേരളത്തിൻ്റേത് എന്ന് നാം അഭിമാനിക്കുന്ന സംസ്കാരത്തിന് ഈ തികവ് നൽകിയ ആ പ്രദേശം ഇന്ന് അതിന് മുഴുവൻ പ്രേരണയേകിയ നിളയുടെ ദുർഗതി എന്തെന്ന് നമ്മൾ കാണുന്നു. നിങ്ങൾ പലരും എന്തായാലും ട്രെയിനിൽ സഞ്ചരിക്കുന്നവർ ഒരു തവണയെങ്കിലും നിളയുടെ ഈ ദുർബലാവസ്ഥ, ദയനീയാവസ്ഥ കാണാതെ യാത്ര ചെയ്യുക സാധ്യമല്ല. ഇതിന് വെറും വൈകാരികമായ അല്ലെങ്കിൽ ഒരൽപ്പം വൈചാരികമായ പശ്ചാത്തലം മാത്രമാണോ ഉള്ളത്? കേരളത്തിന്റെ ഭൗതികമായ ആർത്ഥികമായ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് നിളയുടെ ഈ തകർച്ചയിലൂടെ നമ്മൾ നേരിടാൻ പോകുന്നത്. അതും മനസ്സിലാക്കേണ്ടിയിരിക്കും.
നദി വറ്റി വരണ്ടാൽ പിന്നെ ശേഷിക്കുന്നത് എന്താ? നദി പൊയ്പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്കെന്താ ശേഷിപ്പായി നമ്മുടെ കയ്യിലുണ്ടാവുക? ഇന്ന് കേരളത്തിന്റെ നിലനിൽപ്പ്, കേരളത്തിൽ അല്പമെങ്കിലും ജലലഭ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ വരണ്ടാണെങ്കിലും ഉണങ്ങിയാണെങ്കിലും ഒഴുകുന്ന 52 നദികൾ അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. സഹസാനുക്കളിൽ നിന്ന് ഒഴുകി സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന, പെട്ടെന്ന് ചെന്ന് ചേരുന്ന, കേരളത്തിന്റെ ഈ ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് നമ്മുടെ നദികൾ അധിക നേരമൊന്നും നിലനിന്നല്ല ഒഴുകുന്നു. ഒറ്റയടിക്ക് ഒഴുകി തീർന്ന് സമുദ്രത്തിൽ ലയിക്കുകയാണ്. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ളൊരു ശാസ്ത്രീയമായ സംവിധാനം നമ്മുടെ ഭരണാധികാരികൾ ഇതുവരെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ചെയ്യുന്നില്ല. അത് ചെയ്യാത്തത് കൊണ്ട് നദീജലം വ്യർത്ഥമായി പോവുകയാണ്. അതൊരു വലിയ പ്രശ്നം. വർഷങ്ങൾക്ക് മുമ്പ് നദീ സംരക്ഷണത്തിനു വേണ്ടി നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാനും കൂടിച്ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനാണെന്നൊന്നും പറയുന്നില്ല. പെട്ട കുറച്ച് ആൾക്കാർ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പരിശ്രമം നടത്തിയിരുന്നു. നദീ വന്ദനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കേരളത്തിൽ മുഴുവൻ നദിയുടെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി നടത്തി. അന്ന് നിലനിന്നിരുന്ന നദികളിൽ 2-3 എണ്ണം ഇപ്പോൾ വരണ്ടില്ലാതെയായി പോയി കഴിഞ്ഞു. നദി മരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ. പരിപാലിച്ചാൽ ആ നദി നമുക്ക് എന്നേക്കുമായി സുഖവും സൗന്ദര്യവും നമുക്ക് വേണ്ട സമ്പത്തും നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു വല്ലാത്ത പതനാവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത പതനാവസ്ഥ. സംസ്കാരം എന്ന് പറയുന്നത്, കേരളത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നൊക്കെ ഈ തെലുങ്കാനയിലൊക്കെ വന്ന് നിങ്ങളൊക്കെ കോളറൊക്കെ മുകളിലൊക്കെ പിടിച്ചു വെച്ച് തെലുങ്ക് ആൾക്കാരോടൊക്കെ പറയായിരിക്കും കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള നാടാണെന്നോ സംസ്കാരമുള്ള നാടാണെന്നോ. ഈശ്വരൻ ഒറ്റ സംസ്ഥാനം സൃഷ്ടിച്ചുള്ളൂ, അത് കേരളമാണ്. ഈ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ഈശ്വരൻ്റെ സ്വന്തം നാടാണ്. അഭിമാനിക്കാൻ വല്ലതും ശേഷിക്കുന്നുണ്ടോ നമുക്ക് കേരളത്തിൽ? സത്യത്തിൽ ചിന്തിക്കാം. ഈ കഴിഞ്ഞ ദിവസം ലോകത്ത് എവിടെയെങ്കിലും, ഭാരതം പോട്ടെ, ബീഹാർ പോട്ടെ, ജാർഖണ്ഡ് പോട്ടെ, വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലെ അസംബ്ലിയിൽ കാണുന്നതാണോ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് കണ്ടത്? നിങ്ങൾ ഭാഗ്യശാലികളാണ്. വോട്ട് ചെയ്യാത്തവർ ഭാഗ്യശാലിയാണ്. ഞാൻ ഇത്തവണ കേരളത്തിലല്ല വോട്ട് ചെയ്ത്, അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു വളരെയധികം. ഈ നെറികേടിന് എനിക്ക് എൻ്റെ കൂടി പങ്കാളിത്തം ഇല്ലായിരുന്നല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഞാൻ വോട്ട് ചെയ്ത് ഭോപ്പാലിൽ. എൻ്റെ വോട്ടിപ്പോൾ ഭോപ്പാലിലായിരുന്നു, ഇടയ്ക്ക് പറയുക. പക്ഷേ എന്താ കണ്ടത് അവിടെ? പുരുഷ MLA, സ്ത്രീ MLA, സ്ത്രീ MLA, പുരുഷ MLA അടിക്കുന്നു, കടിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു. ഇത് മുഴുവൻ ലോകം മുഴുവൻ കാണുക. നമ്മുടെ സംസ്കാര സമ്പന്നരാണെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഈ സംസ്കാര ലോപം നമുക്ക് സംഭവിച്ചത് എവിടെ നിന്നാണ്? നമ്മൾ നമ്മുടെ തനതായ സംസ്കാരത്തെ കൈവിട്ടതുകൊണ്ടാണ്. നമ്മുടെ മൂലസംസ്കാരത്തെ കൈവിട്ടതുകൊണ്ടാണ്. അതെവിടെ പിറന്നു വളർന്നു എന്ന് അറിയാൻ പോലും ശ്രമിക്കാത്തതുകൊണ്ടാണ്. എപ്പോഴാണോ നമ്മൾ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും, ഞാനിത് പറയുമ്പോൾ വെറും ഹിന്ദു എന്താ പറയുക, ഒരു വർഗീയവാദം പറയുന്നതായിട്ടൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ എപ്പോഴാണോ നമ്മൾ നമ്മുടെ കലയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പീഠികയിൽ നിന്ന്, ഭൂമികയിൽ നിന്ന് അവരെയൊക്കെ അറുത്തുമാറ്റി എറിഞ്ഞത്, എപ്പോഴാണോ ശ്രീകൃഷ്ണന്റെ സ്ഥാനത്ത് ഞാവൽപ്പഴം വെച്ചാലും മതി എന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പരിണാമം വരുത്തിയത്, അവിടെ നിന്നാണ് ഈ തകർച്ച തുടങ്ങുന്നത്. നമ്മുടെ കലയും നമ്മുടെ പുരാണങ്ങളെയും നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ ഇതിഹാസത്തെയും നമ്മുടെ നദികളെക്കുറിച്ചും നമ്മുടെ മലകളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്നത്, പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്നത്, അവിടെ നിന്നാണ് തകർച്ച തുടങ്ങുന്നത്. വേറെ എവിടുന്നുമല്ല. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആ പാരമ്പര്യത്തെക്കുറിച്ച്. നമ്മുടെ ആ പാരമ്പര്യത്തിൻ്റെ മഹത്വം എന്താ? വീണ്ടും എന്നെ വല്ലാതെ ആവേശിച്ച കവി കുഞ്ഞിരാമൻ നായർ തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ, കഥ ചൊല്ലുവാനെൻ്റെ പൂർവികന്മാരെ പറ്റി, കഥ പാടുവാനെൻ്റെ മാതുലന്മാരെ പറ്റി. നിങ്ങൾ എനിക്കൊരിത്തിരി അനുവാദം തരണം, എനിക്കല്ല, കുഞ്ഞിരാമൻ നായർ. കഥ ചൊല്ലുവാനെൻ്റെ പൂർവികന്മാരെ പറ്റി, കഥ പാടുവാനെൻ്റെ മാതുലന്മാരെ പറ്റി, പാവന ദിനാന്ത്യത്തിൽ ശ്രീരാമനാമം ചൊല്ലും. ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഓരോ വീട്ടിലും ശ്രീരാമനാമം ചൊല്ലും. നമ്മുടെ പൊറിയന്മാരെ കുറിച്ച് പറയാണ്. പക്ഷേ അതേ നാവിനാൽ അവർ തുടർന്നെന്താക്കി ആവശ്യം വരുമ്പോൾ, പാവന ദിനാന്ത്യത്തിൽ ശ്രീരാമനാമം ചൊല്ലും നാവിനാൽ പെരും പോരിൽ വായ്ത്താരി പാടാനും. അതായത് വൈകുന്നേരം രാമനാമം ചൊല്ലാൻ വീട്ടിലിരിക്കും അതേ ആൾക്കാർ ആവശ്യം വരുമ്പോൾ പെരും പോരിൽ ചാവേറാകാൻ
വായ്ത്താരി ചൊല്ലി ഇറങ്ങി പുറപ്പെടുന്ന പൂർവികന്മാരായി നമുക്കുള്ളത്. ഇഴുകിച്ചേർന്നോരംഗ പിടിവാളിൽ ചോര, കഴുകി കയ്യിൽ പുഞ്ച കലപ്പ പിടിപ്പാനും. എന്റെ കയ്യിലെ അംഗവാളിന്റെ ചോര യുദ്ധം കഴിഞ്ഞ് വരികയാണ് എന്നാണ് അതിന്റെ അർത്ഥം. യുദ്ധം കഴിഞ്ഞ് വരുന്നു. ആ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് കയ്യിൽ പിടിച്ചിരുന്ന അംഗവാളിന്റെ പിടിയിൽ ചോര കലർന്നിരിക്കുകയാണ്, ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ആ ചോര ഇഴുകിച്ചേർന്നോരംഗ പിടിവാളിൽ ചോര, കഴുകി കയ്യിൽ പുഞ്ച കലപ്പ പിടിപ്പാൻ. ഒരു മടിയുണ്ടായിരുന്നില്ല നമ്മുടെ പൂർവികന്മാർ, അതായിരുന്നു. അതുപോലെയോ കൊയ്ത്തുകാലത്ത് കൊച്ചു പരിക്കൻ തോർത്തും ചുറ്റി. കൊയ്ത്തുകാലം വരുമ്പോൾ ഇതേ ആൾക്കാർ പരിക്കൻ കുത്തി തോർത്തു കൊടുത്ത് പുഞ്ചയിലിറങ്ങും. എന്നിട്ടോ വസ്ത്രവും അംഗപ്പട്ടും ഒപ്പമേ ധരിപ്പാനും. ഈ കുട്ടിത്തോർത്തുടുക്കാനും അംഗവസ്ത്രം ഉടുക്കാനും ഒരു മടിയുമില്ലാത്ത നമ്മുടെ പൂർവികന്മാരെ വെറ്റിക്കഥ ചൊല്ലുവാൻ, കഥ പാടുവാൻ എന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അവസാനം അദ്ദേഹം പറയുകയാണ്, ത്യാഗത്തെ അർച്ചിപ്പാനും അഭ്യസിച്ചൊരാ വീര യോഗി സൈന്യത്തെപ്പറ്റി വല്ലതും പറയുവാൻ അനുവദിക്കുന്നു. ഒരു യോഗി സൈന്യമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ പൂർവികന്മാർ. അവർ ഒരുപോലെ നമ്മുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ചു. ഈ നാടിന്റെ സുരക്ഷയ്ക്കായി അംഗപ്പിടിവാൾ എന്താനും ആ അംഗപ്പിടിവാളിൽ ഇഴുകിച്ചേർന്ന ചോര കഴുകിക്കളഞ്ഞ് നിസ്സംഗതയോടെ പുഞ്ചയിൽ കലപ്പ എന്താനും ഒരു തയ്യാറായിരുന്നു. ഒരേ സമയത്ത് കുട്ടി വസ്ത്രം ഉടുത്ത്, കുട്ടിത്തോർത്തുടുത്ത്, പരിക്കൻ തോർത്തുടുത്ത് പുഞ്ചയിലിറങ്ങി കൊയ്യാനും അടുത്ത നിമിഷം കാവി വസ്ത്രമെടുത്ത് ധ്യാനിക്കാനും തയ്യാറായിരുന്ന ആ യോഗി സൈന്യം. അവരോ വൈകുന്നേരങ്ങൾ പാവന ദിനാന്ത്യത്തിൽ ശ്രീരാമനാമം ചൊല്ലിയവരുമായിരുന്നു. ഇത് നമ്മുടെ അടിസ്ഥാനമായിരുന്നു, നമ്മുടെ അടിത്തറയായിരുന്നു. ഇതിനെ എപ്പോഴാണോ നമ്മൾ, ഈ പാരമ്പര്യത്തെയും ഈ സംസ്കാരത്തെയും എപ്പോഴാണോ നമ്മൾ വർഗീയത എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ ചിലർ തീണ്ടാപ്പാട് അകലേക്ക് തള്ളാൻ തയ്യാറായത്, അപ്പോഴാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് നമുക്ക് നിളയെ ശ്രദ്ധിക്കാൻ സമയമില്ലാതായത്. അപ്പോഴാണ് നദി നമുക്കൊരു കമോഡിറ്റി ആയത്. അപ്പോഴാണ് ജലം നമുക്കൊരു വിൽപ്പന വസ്തുവായത്. അങ്ങനെ വിൽപ്പന വസ്തുവായപ്പോൾ നദിയിൽ നിന്ന് പരമാവധി കൊയ്തെടുക്കണം. കാരണം നമ്മൾ പുതിയ ശാസ്ത്രത്തിൽ അതാണല്ലോ പഠിക്കുന്നത്. പുതിയ ശാസ്ത്രം നമ്മളെ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് മക്കളെ. അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യും, യു ഹാവ് ടു സ്ട്രഗിൾ ഫോർ യുവർ എക്സിസ്റ്റൻസ്. അതല്ലേ നമ്മുടെ പുതിയ ഡാർവിൻ സിദ്ധാന്തം, നമ്മുടെ പുതിയ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദ ലൈഫ് ഈസ് എ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. കുട്ടി ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ് എങ്ങനെയാണ് കൂടിരിക്കുന്നവനെ പരവയ്ക്കുക എന്നാണ് അവൻ പഠിക്കുന്നത്. അതിനപ്പുറമോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് മക്കളെ. കരുത്തുണ്ടെങ്കിൽ നീ അതിജീവിക്കും. നീ ആരെയും സഹായിക്കാൻ പോലെ. ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്ലേറ്റ് പെൻസിൽ കണ്ടില്ല, ചോദിക്കാം, അയ്യോ മോനെ, അച്ഛാ അല്ലെ അമ്മേ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന അവളുടെ കയ്യിൽ അല്ലെ അവൻ്റെ കയ്യിൽ പെൻസിലില്ല, ഞാൻ അതുകൊണ്ട് കൊടുത്തു. അന്ന് കിട്ടും. ശരി, നിന്നോട് അതുകൊണ്ട് കൊടുത്ത് അവൻ എഴുതി അവൻ 1ാം സ്ഥാനം കിട്ടില്ലേ? അതാണ് പ്രശ്നം. ഒരു പെൻസിലിൻ്റെ പ്രശ്നമല്ല, അവൻ 1ാം സ്ഥാനം കിട്ടില്ലേ? നിനക്ക് പോയില്ലേ? പിന്നെ ഞാൻ ക്ലബിൽ പോകുമ്പോൾ മറ്റവളുടെ മുഖത്തെങ്ങനെ നോക്കാം? പിന്നെ ഞാൻ എൻ്റെ സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ സീനിയറിൻ്റെ മുഖത്തെങ്ങനെ നോക്കാം? മോനെ, ഇത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. മോനെ, ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസിന്റെ കാലമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യു ഹാവ് ടു തിങ്ക്. നീ ചിന്തിച്ചോളൂ. അങ്ങനെ പുതിയ വിദ്യാഭ്യാസം നമുക്ക്, ആ പുതിയ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെന്താ? അവർ പിന്നെ ഈ ഇംഗ്ലീഷ് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ മൂല ധാരണകളെ ചിട്ടപ്പെടുത്തിയ ചില ദർശനങ്ങളിലേക്കും കടന്നു പോവുകയാണ്. ആ ദർശനങ്ങൾ എന്താ? ആ ദർശനങ്ങളിൽ പഠിപ്പിക്കുന്നത് ദ സോ കോൾഡ് ഫിലോസഫി, ദ വെസ്റ്റേൺ ഫിലോസഫി, ഇറ്റ് ഹാസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ബൈബിൾ. സോറി, അങ്ങനെ കൂടി പറയേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിന് സുന്ദരമായൊരു പ്രതീകം കൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു ഒറ്റയടിപ്പാതയിലൂടെയുള്ള സഞ്ചാരമാണ് മക്കളെ. ഇതൊരു ഒറ്റയടിപ്പാതയിലൂടെയുള്ള സഞ്ചാരമാണ്. ഈ ഒറ്റയടിപ്പാതയുടെ ഒരു വശം അഗാധമായ ഗർത്തമാണ്, വേറൊരിടം അഗമ്യമായ പർവ്വതമാണ്. ഇങ്ങനെ കൊച്ചയ്ക്കേ നടക്കാനാവും. പക്ഷെ പ്രശ്നമുണ്ട്, ഡെവിൾ വിൽ ക്യാച്ച് ദ ഹൈൻമോസ്റ്റ്. ഈ ഡെവിൾ ഉണ്ടല്ലോ, ചെലുത്താൻ പറയുന്നവർ, ചെലുത്താൻ പറയുന്നത് എന്ത് ചെയ്യും? പറയിലുള്ളവരെ പിടിക്കുക. അതെന്താ മുന്നിൽ നിന്ന് വരാത്തതെന്ന് ചോദിക്കാൻ അവിടെ അവകാശമില്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റില്ല, ഉത്തരവിട്ട് കിട്ടുകയില്ല. ചോദ്യം ഇല്ലല്ലോ. അവർ പറയുന്നത് ഡെവിൾ വിൽ ക്യാച്ച് ദ ഹൈൻമോസ്റ്റ്. പുറകിലുള്ളവനെ ചെലുത്താൻ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് വേണം? സർവ്വശക്തി ഉപയോഗിച്ച്, ആദ്യമേ പഠിച്ചിട്ടുണ്ട് സ്ട്രഗിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ആണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. നീ മുന്നിലുള്ളവനെ ഓവർടേക്ക് ചെയ്ത് ഓടിക്കൊള്ളുക. ഓവർടേക്ക് ചെയ്ത് ഓടാൻ നീ കോപ്പി അടിച്ചാൽ അതും നല്ലത്, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അടുത്തിരിക്കുന്നവൻ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചാൽ അവന് തെറ്റ് പറഞ്ഞു കൊടുത്താലും ശരി, അവനെ തോപ്പിക്കുക. നീ മുന്നിൽ കയറുക. നീ മുന്നിൽ കയറി കഴിയുമ്പോൾ നിന്റെ പറയുള്ളവർ, നീ ആരുടെ മുന്നിലാണോ കയറിയത് അവനെ പിടിച്ചോളൂ. പക്ഷെ ശ്രദ്ധിച്ചോളണം, പിന്നെയും മുന്നിൽ എടുക്കേണ്ട അവന്റെ മുന്നിൽ കയറിക്കോളും. അങ്ങനെ മുന്നിൽ കയറാനുള്ള കഴുത്തറപ്പൻ മത്സരത്തിന്റെ പുത്തൻ ലോകം നമ്മുടെ മുമ്പിൽ, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഈ പുതിയ പാശ്ചാത്യ സിദ്ധാന്തത്തിന്റെ പേരിൽ വിദ്യയുടെ സങ്കല്പം തന്നെ മാറുകയാണ്.
അങ്ങനെ മാറി നമുക്ക് തരണം. പക്ഷേ ഈ വിഡ്ഢികൾ അറിയുന്നില്ല, മുന്നിലുള്ളവരെ മുഴുവൻ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നിലെത്തും. പക്ഷെ പിറകിൽ ആരും ഇല്ലാത്തതുകൊണ്ട് പിറകിലുമായിരിക്കും. നമ്മൾ ഏറ്റവും പിറകിലുമായിരിക്കും, ഏറ്റവും മുന്നിലുമായിരിക്കുന്നത് സ്ഥിതി വരും. അപ്പൊ പിന്നെ ചേത്താൻ ആരെ പിടിക്കും? നമ്മളെ പിടിക്കാനുണ്ടാവുള്ളൂ. ചേത്താന്റെ കയ്യിൽ നമ്മളും പെടും. ഇതാണ് ഈ പാശ്ചാത്യ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഹിന്ദു സംസ്കാരത്തിന്റെ, നമ്മുടെ പൂർവികരുടെ, നമ്മുടെ കേരളീയ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചതല്ല. ആ ആചാര്യന്മാർ കുന്താനവും തുഞ്ചത്തെഴുത്തച്ഛനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇതൊരു കൂട്ടായ പ്രയാണം, ഒരു കൂട്ടായ പ്രയാണമാണ്. ഈ കൂട്ടായ പ്രയാണത്തിൽ മാ വിദ്വിഷാവഹൈ, ആരോടും വെറുക്കരുത്. ഓം സഹനാവവതു, ഒന്നിച്ചു പോകണം. സഹനവും ഭുനത്തു, ഒരേ കാര്യം ഒരുമിച്ച് ഒന്നിച്ച് ചിന്തിച്ച് ഒന്നിച്ചാഹരിച്ച് ഒരുപോലെ മുന്നോട്ട് പോകാൻ തയ്യാറാകും മാ വിദ്വിഷാവഹൈ. ഈ ശ്ലോകം എവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ പൂർവ്വകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടല്ലൂരിലെ ആ സർവകലാശാലയിലും നളന്തയിലും അതിനു മുമ്പുള്ള ആചാര്യന്മാരുടെ ഋഷീശ്വരന്മാരുടെ ആശ്രമവാടങ്ങളിലുമൊക്കെ പഠനം പൂർത്തിയാക്കി ബിരുദം നേടി പുറത്തേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് ഗുരു ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രമാണ്, പ്രതിജ്ഞയാണ്. അവിടെ മത്സരിക്കണം, നിങ്ങളുടെ പ്രതിഭ പ്രകടിപ്പിക്കണം. പക്ഷെ അതിൻ്റെ അർത്ഥം നീ ഒറ്റയ്ക്ക് എവിടെയും എത്താമെന്നല്ല, കൂട്ടായിട്ടേ നിനക്ക് എത്തിച്ചേരാൻ കഴിയൂ. ആ കൂട്ടായ്മയുടേതാണ് ഈ ലോകം. അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, ഭഗവാനെ ശ്രേയസ് എന്താണ്? എന്താണ് ഈ ശ്രേയസ് എന്ന് പറഞ്ഞാൽ? ലളിതമായി പറഞ്ഞിരുന്നു, നീ പറഞ്ഞെന്നെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ അതും ഇതും എല്ലാം കൂടെ പറഞ്ഞെന്നെ കുഴപ്പിക്കാതെ നേരിട്ടൊന്ന് പറഞ്ഞത് എന്താണ് ഈ ശ്രേയസ്, ഐശ്വര്യം, ധർമ്മം, എങ്ങനെയാ പോവുക? ഭഗവാൻ പറയുന്ന മനോഹരമായ ശ്ലോകമെന്ന് ശ്രദ്ധിക്കൂ. അതിൽ ഈ നിളയുടെ സംരക്ഷണമുണ്ട്, അതിൽ ഈ പ്രകൃതിയുടെ സംരക്ഷണമുണ്ട്, അതിൽ ഈ ജലത്തിന്റെ സംരക്ഷണമുണ്ട്, മണ്ണിന്റെ സംരക്ഷണമുണ്ട്, നമ്മുടെ നന്മകളുടെ സംരക്ഷണമുണ്ട്. ഭഗവാൻ പറയാണ്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവസ്യത. ഇതിലും മനോഹരമായ, ഇതിലും ശാസ്ത്രീയമായ, ഇതിലും ശുദ്ധമായ ഒരു ലോകവീക്ഷണം, ലോക നന്മയിലേക്കുള്ള പ്രയാണത്തിനുള്ള സുന്ദരമായ മാർഗം വേറെ ആരെങ്കിലും വിശദീകരിച്ചുകൊണ്ടോ എന്നറിയില്ല. എത്ര സിമ്പിളായി. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ. ദേവതകളെ നമ്മൾ ആരാധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദേവതകൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സൂര്യൻ ഉദിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ വിചാരിക്കുന്നു നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് സൂര്യന് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നു. പക്ഷേ സൂര്യന് വേണ്ടിയിട്ടല്ല ജ്വലിക്കുന്നത്, സൂര്യൻ നമുക്ക് വേണ്ടിയിട്ടാണ് ജ്വലിക്കുന്നത്. എത്രയോ കാലമായി ഉദിച്ചസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യപ്രയാണം നടത്തുന്ന പ്രപഞ്ചത്തിന്റെ സർവ്വകർമ്മങ്ങൾക്കും സാക്ഷിയായ സൂര്യമാർത്താണ്ഡൻ എന്നെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ബന്ധു പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? മുൻകാല പ്രാബല്യത്തോടെ എന്റെ DAയും പെൻഷനും ഒക്കെ തന്നെങ്കിലേ ഞാൻ ഇനി ഉദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊർജവും വെളിച്ചവും നമുക്കായി തന്നുകൊണ്ട് ഈ നിളയും ഗംഗയും കാവേരിയും നർമ്മദയും ഒക്കെ ഒഴുകുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അവരാരും ഇതുവരെ സമരം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുവരെ എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഇനി പൂർവ്വകാല പ്രാബല്യത്തോടെ വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്ട്, ഇത്തിരി കട്ടിയുള്ള വാക്കെന്ന് പറയാം, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നില്ല എന്നവർ പറഞ്ഞിട്ടില്ല. ഈ വായു നിത്യം ആരും കാണാതെ നിരന്തരം നമുക്ക് ചുറ്റും, ഞാൻ ഈ കർണകഠോരമായ പ്രസംഗം നടത്തുന്നതും ആ വായു സഹായിക്കുന്നതുകൊണ്ടാണ്. അയാളങ്ങ് നിലച്ചാൽ പിന്നെ ഞാൻ ഈ നിലനിൽക്കും. പണ്ട് കുഞ്ഞനമ്പ്യാർ എഴുതിയതുപോലെ വായു വളർന്നങ്ങനെ നിൽക്കും. എന്തൊരു വൃത്തികേടായിരിക്കും കാണാൻ. വായു നമ്മളെ സഹായിക്കുന്നു, അഗ്നി നമ്മെ സഹായിക്കുന്നു, സൂര്യൻ നമ്മെ സഹായിക്കുന്നു, പർവ്വതം നമ്മെ സഹായിക്കുന്നു, വനം നമ്മെ സഹായിക്കുന്നു, സരുലതാദികൾ മുഴുവൻ സഹായിക്കുന്നു. നമുക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവനം, അവരുടെ ജീവിതം. പരോപകാരാർത്ഥമിതം ശരീരം. അത് കണ്ട് നീയും പഠിക്കാനാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ദേവതകളായിട്ട് ഇവരെയൊക്കെ ആരാധിക്കുന്നതിന്റെ കാരണം എന്താ? ഈ പുത്തൻകൂച്ചും മതക്കാരും നമ്മളെ അവഹേളിക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തെ ഇവർ കണ്ട പാമ്പിനെയും കൂർക്കനെയും സിംഹത്തെയും മലയെയും കല്ലിനെയും ഒക്കെ ആരാധിക്കുന്നു. എന്തുകൊണ്ട് ആരാധിക്കുന്നു? അതിന്റെ പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കൂ. ദൈവികത്വം എന്ന് പറയുന്നത് ആരാണോ എപ്പോഴാണോ സ്വന്തം കാര്യം ചിന്തിക്കാതെ മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്, ആ സമയം ഈശ്വരൻ നമ്മിൽ അവതരിക്കുക. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ 4 കൈയോ 8 കൈയോ 14, ഓരോരുത്തരുടെയും കൽപ്പന അനുസരിച്ച് കൈയുടെ എണ്ണം വർദ്ധിക്കും, തലയുടെ എണ്ണം വർദ്ധിക്കും. വർദ്ധിച്ചോട്ടെ, കുഴപ്പമില്ല. ഓരോരുത്തർക്കും അവരവരുടെ കൽപ്പനാ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവികത എന്ന് പറയുന്നത്, ദേവത എന്ന് പറയുന്നത് ആരെപ്പോഴാണോ, ഏത് നിമിഷാർത്ഥത്തിലാണോ സ്വകാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത്, ആ നിമിഷാർത്ഥത്തിൽ അയാൾ ദേവതയാവുകയാണ്, ദേവനാവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ മനുഷ്യർ ദേവതകളായി രൂപാന്തരപ്പെടുന്നത്. നമ്മൾ മനുഷ്യരെ ദേവതകളായി ആരാധിക്കുന്നത്. അതായത് മനുഷ്യ ദൈവമൊന്നുമല്ല, മനുഷ്യൻ ദൈവമാണെന്നാണ് ഭാരതീയ സംസ്കാരം.
ഭഗവാൻ അത് തന്നെയാണ് വേറൊരു രൂപത്തിൽ പറയുന്നത്, ദേവാൻ ഭാവയട്ടാനേന തേ ദേവാ ഭാവയത്തുവഹ. അതേപോലെ ഈ പ്രകൃതി ദേവതകളെ പോലെ, പ്രകൃതി ശക്തികളെ പോലെ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്യത. നദി എപ്രകാരം പ്രപഞ്ചത്തിന് വേണ്ടി ഒഴുകുന്നുവോ, സൂര്യൻ എപ്രകാരം ഈ പ്രപഞ്ചത്തിന് ഊർജവും വെളിച്ചവും നൽകുന്നുവോ, അതേപോലെ പരസ്പരം മ്യൂച്വാലിറ്റി, ഇന്റർ ഡിപ്പെൻഡൻസ്. സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാലേ ശരിക്കും മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്റർ ഡിപ്പെൻഡൻസിന്റെ ആ ആധാരത്തിൽ നീ നിന്റെ ജീവിതത്തെ, നീ നിന്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തൂ. പ്രേയസിലേക്കുള്ള മാർഗം അതുതന്നെയാണ്. നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നതാണ്. നിള നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നിളയെ സംരക്ഷിക്കേണ്ടി വരുന്നത്, ഇന്ന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ പ്രേയസിലേക്കുള്ള പ്രയാണത്തിന് അനിവാര്യം. ഇതെപ്പോഴാണോ സംരക്ഷിക്കുന്നത്, എപ്പോഴാണോ സംരക്ഷിക്കപ്പെടുന്നത്, അപ്പോൾ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ നാണംകെട്ട ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരാതിരിക്കൂ. ആന്ധ്രാപ്രദേശിലെ ജനങ്ങളുടെ ഇടയിൽ, തെലങ്കാനയിലെ ജനങ്ങൾക്കിടയിൽ തലയുയർത്തി പിടിച്ച് ജീവിച്ചിരുന്ന കേരളീയരായ നിങ്ങൾ മലയാളമേ അറിയില്ല എന്ന് പറഞ്ഞൊരു ദിവസമാണ് കഴിഞ്ഞു പോയത്. എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് കേരളമായ ഒരു ബന്ധമില്ല. നാണം കെട്ട് തല കുനിഞ്ഞുപോയി നമ്മളുടെ. എന്തുകൊണ്ട്? ഈ സംസ്കാരം നമ്മൾ കൈവടിഞ്ഞു. അതുകൊണ്ട് അവിടെ കടിയും അടിയും ഒക്കെ ഉണ്ടായി. ശരിയായ അർത്ഥത്തിലുള്ള പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം. പോകാതിരിക്കാൻ സാധ്യമല്ല. അതാണ് നമ്മുടെ അടിത്തറ. ഈ കലയും വാദ്യവും സംസ്കാരവും സാഹിത്യവും ഒക്കെ സുന്ദരമായി മേളിച്ചിരിക്കുന്ന ആ സംസ്കാരം പിറന്നു വളർന്നത് എവിടെയാണ് എന്ന് തിരിച്ചറിയണം. സത്യം സത്യമായി തുറന്നു പറയാൻ തയ്യാറാവുകയും അതിലേക്ക് തിരികെ പോകാൻ നമ്മൾ തയ്യാറാണ്. അത് നമ്മുടെ സംസ്കൃതി, നമ്മുടെ ധർമ്മം, നമ്മുടെ പാരമ്പര്യം. വീണ്ടും ഞാൻ ക്ഷമിക്കണം, മൊത്തത്തിൽ ആവേശിച്ചിരിക്കുകയാണ് കുഞ്ഞിരാമൻ നായർ. അതുകൊണ്ട് ഞാൻ വിചാരവിഭാഗത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കുറച്ച് വരികളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. സമയം വൈകിപ്പോയി. അതുകൊണ്ട് നമ്മുടെ കല എവിടെ നിന്നാണ് പിറന്നത്, നമ്മുടെ വിദ്യ എവിടെ നിന്നാണ് ഉണ്ടായത്, എവിടെയാണ് അതിനെ തേടിപ്പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിചാരവിഭാഗത്തിൽ അദ്ദേഹം സുന്ദരമായ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, കോട്ടയം നാട്ടിലെ ശ്രീപോർക്കലിയുടെ തിരുനടയിൽ നിന്നാണ്. കോട്ടയം നാട്ടെന്ന് പറഞ്ഞാൽ വടക്കേ കോട്ടയം നാട്, പഴശ്ശി. ആ കോട്ടയം നാട്ടിലെ ശ്രീപോർക്കലിയുടെ തിരുനടയിൽ നിന്നാണ് മുതിരേരി പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളുടെ വരപ്രസാദത്തിൽ നിന്നാണ് വിശ്വപ്രസിദ്ധമായ കേരളീയ നൃത്തകലയുടെ വീരമംഗളധ്വനി മുഴങ്ങിയത്. ശ്രീരാമനാഥ സാഹിത്യ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ സാരാംശം ഇത്രമാത്രം: നമ്മുടെ കേരളത്തിന്റെ പരമ്പരാഗത ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ കേന്ദ്രങ്ങളിൽ നിന്നാണ് കേരളത്തിന്റെ കല ഉണർന്നത്. വേറെ എവിടെ നിന്നുമല്ല, ആർക്കും നിഷേധിക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നും നമുക്ക് അതിൽ നിന്ന് എത്തിച്ചേരാം. അദ്ദേഹം പറയാണ്, കോട്ടയം പോർക്കലിയുടെ തിരുനടയിൽ നിന്നാണ് മുതിരേരി പള്ളിവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളുടെ വരപ്രസാദത്തിൽ നിന്നാണ് വിശ്വപ്രസിദ്ധമായ കേരളീയ നൃത്തകലയുടെ വീരമംഗള ധ്വനി മുഴങ്ങിയത്. അതേപോലെ പറയുന്നു, പ്രശാന്ത ഗംഭീരമായ കുടജാദ്രി കൊടുമുടിയിൽ നിന്നും പുണ്യസലിലയായ സൗവർണി തീരത്തു നിന്നുമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ഭക്തി സൗന്ദര്യ ലഹരി മഹാകാവ്യ രൂപമാർന്ന് കരുപൊട്ടി പ്രവഹിച്ചത്. അവിടെ ഇരുന്നപ്പോഴാണ് ശങ്കരാചാര്യർക്ക് തോന്നിയത് കുടജാദ്രിയുടെ മുകളിൽ. അവിടെ ഇരുന്നപ്പോഴാണ് തോന്നിയത് പുണ്യസലിലയായ സൗവർണിയുടെ തീരത്തു നിന്നും. അതിനെ ഒഴിവാക്കിക്കൊണ്ടൊരു കലയെക്കുറിച്ച്, വിദ്യയെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നത് ആണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിനെയൊക്കെ ഒഴിവാക്കിയിട്ട്, സൗവർണിയെ ഒഴിവാക്കിയിട്ട് നിളയെ ഒഴിവാക്കി. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഗുരുവായൂർ ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ചാണ് മേൽപ്പത്തൂറായി ശ്രീനാരായണീയ ജ്യോതിർനാളത്തിൽ അവതരിച്ചത്. മേൽപ്പത്തൂരാകുന്നത് എവിടെയാണ് ശ്രീനാരായണീയമെന്ന ആ ജ്യോതിർനാളം ഉണ്ടായത്? അതിൽ മേൽപ്പത്തൂർ സ്വയം ലയിച്ചു ചേർന്നത് ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഇരുന്നപ്പോഴാണ്. കടലായി ശ്രീകൃഷ്ണന്റെ മുരളീഗാനത്തിൽ മുങ്ങി നിവർന്നപ്പോഴാണ് ചെറുശ്ശേരി നമ്പൂതിരിക്ക് ആ മഹാകാവ്യ ഗാഥ തോന്നിയത്. ഗാഥ എഴുതാൻ, കൃഷ്ണഗാഥ എഴുതാൻ അവിടെ വെച്ചാണ് തോന്നിയത്. അതാണ് നമ്മുടെ പാരമ്പര്യം. അതിൽ തത്വമൊന്നുമില്ല. അവിടെ നിന്ന് അദ്ദേഹം പെട്ടെന്ന് മാറി മറ്റൊന്നുകൂടി പറയുകയാണ്, ലോകനാർക്കാവിലമ്മ ആദ്യന്തം മഞ്ഞക്കിളിയുടെ കോലത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് തച്ചോളി ഉദയനക്കുറുപ്പ് അങ്കക്കലി കൊണ്ട് പുലിച്ചാട്ടം ചാടാറുള്ളത്. ലോകനാർക്കാവിലും അങ്ങനെ ഒരു സങ്കല്പം, തച്ചോളിയിലെ ഒരു സങ്കല്പം അതാണ്. ലോകനാർക്കാവിലമ്മ ഒരു മഞ്ഞക്കിളിയുടെ കോലത്തിൽ വന്നിരിക്കുമ്പോഴാണ് തച്ചോളി ഉദയനക്കുറുപ്പിന് അങ്കക്കലി ഉണ്ടാവുക. ഇതാണ് സത്യം. കേരളത്തിന്റെ കല, കേരളത്തിന്റെ സംസ്കാരം നമ്മുടെ പൗരാണികമായ പുണ്യസങ്കേതങ്ങളിലാണ് തിരയേണ്ടത്. കവി എഴുതുകയാണ്, കവി പറയുകയാണ്, കാവിലും
ക്ഷേത്രനടയിലും നമ്മുടെ പാരമ്പര്യ കേന്ദ്രങ്ങളിലും നദീതീരങ്ങളിലും തീർത്ഥസങ്കേതങ്ങളിലും തിരയുക നമ്മുടെ കലയെ വീണ്ടും വീണ്ടുണർത്തുക. ഏതോ പ്രേതബാധയേറ്റാലെന്നോണം, വീണ്ടും കവി തുടരുകയാണ്, ഏതോ പ്രേതബാധയിലേറ്റാലെന്നോണം തിമിരബാധ വന്നിട്ട് നാം ഇതൊന്നും കാണുന്നേയില്ല. ഈ സത്യം നമ്മൾ കാണുന്നില്ല. കാണാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? പൂത്തു കുലച്ചു നിൽക്കുന്ന ഗൗളിപാത്ര തെങ്ങിന്റെ ചുവട്ടിലിരുന്ന്, ചെന്തെങ്ങിന്റെ ചുവട്ടിലിരുന്ന് സോഡ കടം വാങ്ങി കുടിക്കുക. ഇത് കുറെ വർഷം മുമ്പ് എഴുതിയായതുകൊണ്ട് അദ്ദേഹം സോഡ എഴുതിയാണ്. ഇപ്പോഴാണെങ്കിൽ എന്താ പറയുക, ഓഹോ, അങ്ങനെ എന്തെങ്കിലും പറയും. ചെന്തെങ്ങിന്റെ ചുവട്ടിലായിരിക്കുന്നത് പൂത്തു കുലച്ച് നിൽക്കുക തന്നെയാണ്, പക്ഷെ നമ്മൾ സോഡ കടം വാങ്ങി കുടിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾ പെറ്റ പശുവെ കെട്ട വിലയ്ക്ക് വിറ്റിട്ട് പാൽക്കട്ടയ്ക്ക് വില പേശുക. പാൽപ്പൊടി, അമൂൽ പാൽപ്പൊടി മേടിക്കാം, വീട്ടിലെ പശുവിനെ വിറ്റു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതിലൂടെ എല്ലാം തോന്നുന്നത് മധുരം കിനിയുന്ന അകക്കാമ്പ് വലിച്ചെറിഞ്ഞ് മേൽത്തൊലി ചവച്ച് തിന്നാണെന്ന്. അമൃതാനന്ദമയി ദേവി സാധാരണ പറയും, നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് കേരളീയർ പ്രത്യേകിച്ച് അവർ പഴം എടുത്ത് എറിഞ്ഞിട്ട് തൊലിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ പഴമാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിലാവണ്ടേ? ആ പഴം കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ കടിയും വടിയും ഒക്കെ നടക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വേരുകൾ തേടി നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അങ്ങേയറ്റം വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എല്ലാ അർത്ഥത്തിലും. ഞാൻ വീണ്ടും പറയുകയാണ്, നാളെ ഒരു യുദ്ധം നടക്കുമെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞു കഴിഞ്ഞു. കുടിവെള്ളത്തിന് വേണ്ടി അത്രയ്ക്ക് പരക്കം പായുകയാണ്. പക്ഷെ കേരളം സമൃദ്ധമാണ്, ജലം കൊണ്ട് സമൃദ്ധമാണ്. പക്ഷെ ആ ജലത്തെ നമ്മൾ വേണ്ടത് ഉപയോഗിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, അതിന് നേരെ കണ്ണൊന്ന് പായിക്കുന്നു പോലുമില്ല. വിവേകാനന്ദ സ്വാമികൾ, ഈ പവിത്രമായ സങ്കേതം സ്വാമികളുടെ പ്രസംഗം നടന്ന സ്ഥലമാണ്. 1893 ഫെബ്രുവരിയിൽ 10-ാം തീയതി അദ്ദേഹം ഇവിടെ എത്തി. 11, 12 തീയതികളിൽ അദ്ദേഹത്തിന് സ്വീകരണം നടന്നു. അതിഗംഭീരമായ പ്രഭാഷണമൊക്കെ നടന്ന സ്ഥലമാണ്. ആ വിവേകാനന്ദ സ്വാമികൾ പറയാറുള്ളത് പോലെ നമ്മുടെ ഈ സംസ്കൃതി വീണ്ടും പുനർജനിച്ചേ മതിയാവുന്നു. അത്തരം മഹത്തുക്കൾ ആവർത്തിച്ച് പറയുന്നത് പോലെ അതിനെ വീണ്ടെടുക്കാനുള്ള പരിശ്രമം, ആ പരിശ്രമത്തിൽ മറ്റാരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. സ്വാമിജി ഇവിടെ നിന്ന് പോയി 1893 സെപ്റ്റംബറിൽ അവിടെ ഗംഭീരമായ പ്രഭാഷണമൊക്കെ നടത്തി യാത്ര തുടർന്നു. ആ യാത്ര തുടരുന്നതിൻ്റെ ഇടയിൽ ഒട്ടനവധി പാശ്ചാത്യത്തിന്റെ ശിഷ്യന്മാരായി ചേർന്നു. അദ്ദേഹത്തിന്റെ പോക്കിന്റെ പിന്നിലെ ഒരു ഉദ്ദേശം അവിടെ നിന്ന് ധനസമ്പാദനം നടത്തി ഭാരതത്തിലെ ഹിന്ദുക്കളെ ഉയർത്തുക എന്നതായിരുന്നല്ലോ. അപ്പോൾ അവിടെ പക്ഷേ മിഷണറിമാർ, പാശ്ചാത്യ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ചില ആൾക്കാരും, പ്രകാശ് ദത്ത്, മധുന്ദാറിനെ പോലുള്ള ആൾക്കാരും ഇദ്ദേഹത്തിനെതിരെ വമ്പൻ പ്രചരണം നടത്തി അവിടുത്തെ പത്രങ്ങളിലൊക്കെ എഴുതി. അദ്ദേഹം പറയുന്നതല്ല ശരിയായ ഹിന്ദുത്വം, ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് മിഷണറിമാർ പറയാൻ തുടങ്ങി. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഭാരതത്തിൽ വലിയ കുഴപ്പമാണെന്ന് മിഷണറിമാർ, പള്ളി ആക്രമിക്കുന്നു, ഇതാക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രചരണം അന്നും നടന്നിരുന്നു. അന്ന് അതിൽ വേദന പൂണ്ട സ്വാമികൾ ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിലെ വാചകം ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വാമിജി ആ കത്തിൽ അളസിംഗ പെരുമാൾക്ക് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഉയർച്ച, നമ്മുടെ എന്നുള്ളതിന് അദ്ദേഹം ഒട്ടും ശങ്കിക്കാതെ ഹിന്ദുക്കളുടെ എന്ന് തന്നെയാണ് എഴുതിയത്. ഹിന്ദുക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് നമ്മൾ തേടേണ്ടത് വിദേശങ്ങളിലല്ല, നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തേടണം. ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല നമ്മൾ ഉയരേണ്ടത്. നമ്മൾ നമ്മുടേതായ ബലത്തിൽ, നമ്മുടെ ശക്തിയിൽ, നമ്മുടെ കൂട്ടായ്മയുടെ ആധാരത്തിൽ നമുക്ക് ഉയരേണ്ടിയിരിക്കുന്നു, ഉണരേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് നമ്മുടെ സംസ്കൃതിയെ, ധർമ്മത്തെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേപോലൊരു സംരക്ഷണത്തിന്റെ മഹാപ്രസ്ഥാനത്തിലാണ്, മഹാപ്രയാണത്തിലാണ്, മഹാസംരംഭത്തിലാണ്, ഒരു മഹായജ്ഞത്തിലാണ് നിള വിചാരവേദി. ഒരു പരിമിതമായ കേന്ദ്രത്തിൽ അത്തരം ഒരു പരിശ്രമം നടക്കുകയാണ്. നിളയൊരു പ്രതീകമാണ്. ഞാൻ ഈ പറഞ്ഞ സംസ്കൃതിയുടെയും പാരമ്പര്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് നിള. ആ നിളയെ സംരക്ഷിക്കാനുള്ള ഈ പരിശ്രമത്തിൽ കേരളത്തിന് പുറത്തുള്ള നഗരിയിൽ താമസിക്കുന്ന നമുക്കും നമ്മുടേതായ പങ്ക് വഹിക്കാൻ കഴിയും. വിപിൻ, നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു ആ നടക്കാൻ പോകുന്ന ആദ്യ നദീ മഹോത്സവത്തിലേക്ക്. അത് വെറും ഒരു നിളയെന്ന നദിയുടെ സംരക്ഷണത്തിന്റെ വിഷയം മാത്രമല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ ജലസംരക്ഷണത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അവിടെ നമ്മുടെ സംസ്കൃതിയുടെ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യും. അവിടെ എവിടെയാണ് കലയുടെയും സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും
ഒക്കെ പിറവിയുണ്ടായത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നമ്മൾ നമ്മുടെ വേരുകളെ കുറിച്ച് ചിന്തിക്കും, വേരുകളിലേക്ക് മടങ്ങിപ്പോകും. വെൻ യു ആർ ഇൻ കൺഫ്യൂഷൻ യു ഹാവ് ടു ഗോ ബാക്ക് ടു യുവർ റൂട്ട് എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ കേരളീയർ ഒരു വലിയ ആത്മസംഘർഷത്തിലാണ്, ഒരു സംഭ്രാസത്തിലാണ്, ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് വിടുതി നേടണമെങ്കിൽ നമ്മൾ നമ്മുടെ മൂലത്തിലേക്ക്, നമ്മുടെ വേരുകളിലേക്ക് തിരിച്ചു പോയാലേ മതിയാവും. വേരുകൾ തേടിയുള്ള മുസ്ലിം സാർ പാടിയില്ലേ, ആ വേര് പിടിച്ചങ്ങ് താഴേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പോക്കിന് അല്പം തപസ്സിന് സമയം കണ്ടെത്തണം. ചോദിച്ചു അദ്ദേഹം, ഇവിടെ തപസ്സിന് ഇന്ന് ആർക്ക് നേരം എന്ന്. നമുക്കല്പം നേരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ഒരല്പം നേരം ഈ നാടിനെ, സംസ്കൃതിയെ, പാരമ്പര്യത്തെ, വരുംകാല തലമുറയെക്കുറിച്ച് ചിന്തിക്കാൻ, തപസ് ചെയ്യാൻ നമ്മൾ ഇത്തിരി സമയം മാറ്റിവെക്കുക. ഈ വലിയ മുന്നേറ്റത്തിന് നമ്മുടേതായ പങ്കും വഹിക്കുക. നമ്മളെ സഹായിക്കാൻ മറ്റാരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സ്വാമികൾ പറഞ്ഞതുപോലെ, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ, ആ സത്യത്തെ തിരിച്ചറിഞ്ഞ ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളുടേതായ പങ്ക് നിർവഹിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളിൽ കടുതായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും എൻ്റേത് മാത്രമാണ്. എന്തെങ്കിലും നന്മകളായി നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ പൂർവ്വന്മാരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം.